അതിന്റെ 28 ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ഹലോ ഫ്രണ്ട്സ്, ഈ ബളകത്തിൽ നമുക്കൊന്ന് കൂടിയാലോ. കണ്ട ഉള്ളിയൊക്കെ ആണെങ്കിൽ വന്ദേഭാരത് ട്രെയിൻ പോകുന്നതിന് സ്പീഡിലാണ് അരിയുന്നത്. അപ്പോൾ എന്തോ കാര്യമായിട്ട് അവിടെയുണ്ട്, എന്താണെന്ന് നോക്കാം കേട്ടോ. ഈ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ തലേ ദിവസത്തെ പ്രിപ്പറേഷൻസാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, മലയാളി മംഗന്മാരുടെ സ്പീഡെന്ന് പറഞ്ഞാൽ മിഷ്യനേക്കാൾ കൂടുതലാണ് അവരുടെ കൈയുടെ സ്പീഡ്. ഇറച്ചിക്കട്ടാണെങ്കിൽ ഇങ്ങനെ വിമ്മിഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നെ എപ്പോൾ കറി വെക്കും എന്നുള്ള മട്ടിൽ. നമുക്ക് പതുക്കെ വെക്കാം. അതിനുള്ള ഇഞ്ചിയൊക്കെയാണ് ഈ കൂട്ടി വെച്ചിരിക്കുന്നത്. ഒന്നും പറയണ്ട കേട്ടോ. ഇതുപോലെ ഒരു കൂട്ടായ്മ അടുത്ത കാലത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല. കാരണം പണ്ടത്തെ കല്യാണങ്ങളൊക്കെ ആയിരുന്നു ഇങ്ങനെ, അല്ലേ? നോക്കിക്കേ, വഴിയെ പോയ കൊച്ചിനെ പോലും കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണമല്ലോ. അതുകൊണ്ട് കൊച്ചുണ്ടെങ്കിൽ പിന്നെ ആരും ഒന്നും പറയത്തില്ലല്ലോ. അടിപൊളി വെതറാണ് കേട്ടോ. അപ്പം മുറ്റത്തൊക്കെ അടുപ്പ് കൂട്ടി അവിടെയും ഇളക്കും പെറുക്കുമൊക്കെയാണ്. നമുക്കും അവിടെ ചെന്നൊന്ന് ചുമ്മാ കുറച്ചൊന്ന് സഹായിച്ച് കൊടുക്കണമല്ലോ. ഇത് കണ്ടോ, പഴയ കപ്പുപാട്ട് പോലെ എല്ലാവരും പൊട്ടറ്റോ പീൽ ചെയ്യണം. നമ്മുടെ ആൾക്കാരുടെ കൈയുടെ സ്പീഡ്, എൻ്റെ അമ്മോ, നമ്മുടെ പെണ്ണുങ്ങൾ കുറേ മിടുമിടുക്കുകളാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതെല്ലാം അരിഞ്ഞ് തള്ളുകയാണ് അവർ. പിന്നെ കോസിപ്പോൾ ഒരു വശത്തൂടെ എങ്ങനെ അങ്ങ് നടക്കുമല്ലോ, അത് നടക്കട്ടെ. എന്നാലും പണി അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നോക്കിക്കേ, എന്നാ സ്പീഡിലാണ് എല്ലാം അരിഞ്ഞ് തള്ളുന്ന. കറിക്കിളക്കുന്നവരുടെ കൈയുടെ കുഴ പറയുന്നുണ്ട്. എന്നാലും അവർ വളരെ സ്മാർട്ടായിട്ടൊന്നും ജോലിയാണ്. ഇത് കണ്ടോ, എലി പൊന്നല് കണ്ടതുപോലെ ക്യാമറ കണ്ടപ്പോൾ ചിരിച്ച് കാണിക്കുന്നു. അതും ഒരു സന്തോഷമാണ്, അല്ലേ? നമ്മൾ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ നമ്മളോട് സഹകരിക്കുന്നവർ നമുക്ക് അവരോടൊരു പ്രത്യേക സ്നേഹം തോന്നത്തില്ലേ? പോട്ടിയൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് വെന്ത് മറിയുകയാണ്. പോട്ടിക്കൊക്കെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. എത്രയോ പേരുടെ കഷ്ടപ്പാടും സമയനഷ്ടവും ഒക്കെയാണല്ലേ ഒരു പാർട്ടി. അതൊന്നും നമ്മൾ വിചാരിക്കാറില്ല. ഉപ്പുണ്ടോ, എരിവുണ്ടോ, പുളിയുണ്ടോ, അതിന് കുറവുണ്ടോ എന്നൊക്കെ പറഞ്ഞല്ലേ. അയ്യോ, പൊട്ടറ്റ കഴുകി വരെയെന്ന് കണ്ടാൽ തോന്നും അതിപ്പം വേദനിക്കുമെന്ന്. ഉള്ളിയൊക്കെ ഇനി അരിയാനുണ്ട്, അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടോ, നാളെ കഴിക്കാൻ വരാം.